എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴയിലുള്ള ചേർത്തലയിലുള്ള ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. പെരുന്നാൾ അനുബന്ധിച്ച് കുറേയേറെ കളക്ഷൻസാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. സോ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചേർത്തലയിലെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അനീഷ് സാറിനെയാണ്. വെൽക്കം സർ. സോ തീർച്ചയായിട്ടും ഇത്രയും ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് പിന്നിൽ കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. സോ നമ്മളുടെ ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടാണോ, പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രോത്താണ് ഫസ്റ്റ് ടു ഈ ഒരു നിമിഷം വരെ ഉള്ളത്, അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സോ എന്തായാലും ഞാൻ കേട്ടത് വെച്ചിട്ട് ഒത്തിരി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് മെയിനായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്, നമ്മളിപ്പോൾ റിവ്യൂ ഒക്കെ കേട്ടപ്പം ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും ആണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ എന്താണ് ആ ഒരു ഫസ്റ്റ് തൊട്ട് ഇവിടെ വരെ നിൽക്കുന്നതിന് ഒരു ജേർണി ഉണ്ടാവുമല്ലോ. സോ ഇനി നമുക്ക് എത്ര ഷോറൂംസും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള വിശേഷമൊക്കെ നമ്മളുടെ പ്രേക്ഷകരോട് പറയണം. അപ്പം നമുക്ക് ഫസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളൊരു സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് തുടങ്ങാം അല്ലേ? നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 കൊല്ലം മുമ്പായിരുന്നു. അന്ന് ഇത് ഇത്രയും വലുതല്ല, ഫസ്റ്റ് ഒരു ഒറ്റ ഷട്ടർ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റു വലിയ ഷോപ്പാക്കി എടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ബാക്കിലോട്ടൊക്കെ ആക്കി ഇച്ചിരി വലുതാക്കിയിട്ടുള്ള ഒരു ഇതിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പ് ഒരു 7 കിലോമീറ്റർ മാറി ഒരു ഷോപ്പുണ്ട്, ഹാപ്പി ഗോൾഡ് എന്ന് പറഞ്ഞ്. കഴിഞ്ഞ ഒക്ടോബർ 25 ആയിരുന്നു ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സൈലൻ്റായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. കാര്യം ഈ പറഞ്ഞ പോലെ നാളെ എന്താകുമെന്ന് ഒന്നും അറിയാൻ മേല. ഇവിടെ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതിനു മുമ്പ് അതിനും ഒരു 3 കൊല്ലം മുമ്പ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ തന്നെ മുകളിലായിരുന്നു. അവിടെ നമ്മൾ ചെറിയ രീതിയിലാണ് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമൊക്കെയാണ് ഇത് വളരെ പതുക്കെയാണ്, ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഇത് വന്നാൽ ഒറ്റ അടിക്ക് വന്ന ഒരു സംഭവമല്ല. പെട്ടെന്ന് കാണുമ്പം എല്ലാവരും ഓർക്കും ഇത്ര പെട്ടെന്ന് ആണ് അവരുടെ ഇത് അല്ല, കുറച്ച് താമസം ഉണ്ടായിരുന്നു. വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് ഏകദേശം 2 കൊല്ലമായിട്ടുള്ളൂ. 2 കൊല്ലം കൊണ്ടാണ് വീഡിയോസൊക്കെ വരാൻ തുടങ്ങിയത്. സോ നമ്മൾ എന്തായാലും പരിശുദ്ധമായിട്ടുള്ള സ്വർണ്ണമാണ് എല്ലാ മലയാളികളും, അല്ലെങ്കിൽ ലോകത്ത് ആര് സ്വർണ്ണം എടുത്താലും എത്രത്തോളം നല്ലതാണ്, ക്വാളിറ്റി എത്രത്തോളം എന്ന് ചെക്ക് ചെയ്യും. ഈ ഒരു വിലക്കുറവ് കാണുമ്പോൾ അവരൊരു ഡൗട്ട് അടിക്കും ക്വാളിറ്റി നല്ലതാണോ എന്നൊക്കെ. സോ അപ്പോൾ ആ ക്വാളിറ്റി എത്രത്തോളം നമ്മളിവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്? സത്യത്തിൽ വിലക്കുറവെന്ന് പറയുന്നത് നമ്മുടെ സ്വർണ്ണവില, എല്ലാവരുടെയും സ്വർണ്ണവില തന്നെയാണ് നമ്മുടെ ഈ സ്വർണ്ണവില. പിന്നെ ക്വാളിറ്റി, അതിനകത്ത് കോംപ്രമൈസ് ഇല്ല, കറക്റ്റ് ക്വാളിറ്റി കൊടുക്കുക തന്നെയാണ്. ഈ ജ്വല്ലറി മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാ ജ്വല്ലറി അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടാണ് പോകണം. കാര്യം ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം വന്നാൽ അത് വിഷയമാവുന്നുള്ള കാര്യം, അതിപ്പോൾ ലീഗലി ഒരു വിഷയമാവുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല. ക്വാളിറ്റി അത് തന്നെ നല്ല പക്ക ക്വാളിറ്റി, അതെ, HOD ആഭരണം ആണ് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നത്. ഒരു പകുതി കടമുറിയിൽ തുടങ്ങിയതാണ് നമ്മളുടെ ഈ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എന്തായാലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. സോ ആ മുന്നേറ്റത്തിൻ്റെ ആ ഒരു അടയാളമാണ് ഇപ്പോൾ നമ്മളുടെ 2ാമത്തെ ഷോറൂമും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സോ അതെവിടെയാണ്, ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? നമ്മുടെ 2ാമത്തെ ഷോറൂം വരുന്നത് നമ്മുടെ തന്നെ സ്ഥലമായി, അതായത് ഞാൻ വളർന്നു വന്ന സ്ഥലം തന്നെയാണ്. ഞാനും എൻ്റെ ബ്രദറും കൂടിയാണ് കേട്ടോ ഇത് സ്ഥാപനം. എൻ്റെ സ്വന്തം ബ്രദറാണ്, പാർട്ട്ണർഷിപ്പിലാണ് ഞങ്ങൾ 2 പേരും. അപ്പം അരീപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് നമ്മുടെ ഒരു ഷോപ്പ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 25 ആയിരുന്നു നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തത്. എല്ലാം സൈലൻ്റായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം കൂടുതൽ നമ്മൾ ഒരു വലിയൊരു സെറ്റപ്പിലോട്ടൊക്കെ നമ്മളൊന്നും കാണിക്കുന്നില്ല. കാര്യം എല്ലാം സൈലൻറ്റ് മതി, ഇരുന്നിട്ട് കാല് നീട്ടുക എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം സൈലൻ്റായിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകണം. കാര്യം നാളെ സമയത്ത് നമുക്ക് എന്താവും നമുക്ക് അറിയത്തില്ല അല്ലേ. ഒരു കൊറോണ വന്നപ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തു എല്ലാവരും. ഇനി അടുത്തൊരു കൊറോണയാണോ ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നും നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കീപ്പ് ചെയ്ത് അത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുമോ അത് നമ്മളൊരു സൈലൻ്റായിട്ട് പോവുക, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളൊരു കോട്ടയം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇത് നോക്കുന്നുണ്ട് അടുത്ത് തന്നെ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ ഈ ഒരു ഇലക്ഷൻ ടൈമൊക്കെ ആയതുകൊണ്ടാണ് അത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം നോക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെഡ്ഡിംഗ് സെറ്റൊക്കെ ഏതൊരു റേറ്റ് മുതലാണ്, അല്ലെങ്കിൽ എത്ര പവൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് വെഡ്ഡിംഗ് സെറ്റ് 2.5 പവൻ തൊട്ട് 2 പവൻ തൊട്ട് അതെ 2.5 പവൻ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്.
എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് യൂട്യൂബേഴ്സും ഒക്കെ ഇവിടെ വന്ന് ഒത്തിരി പേര് അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. മാമും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഈ പറഞ്ഞ പോലെ ഒത്തിരി പേര് നമ്മുടെ ഈ 2.5 പവൻ 2 പവൻ്റെ ഉണ്ട്, 3 പവൻ്റെ ഉണ്ട്. അത് ഓരോരുത്തരുടെ ബഡ്ജറ്റ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 3 ലക്ഷം രൂപയുണ്ട്. ഈ 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എത്ര ഐറ്റംസ് നമുക്ക് എന്തൊക്കെ എടുക്കാം. ചിലപ്പോൾ അവർ പറയും എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ കമ്മലും ഇതെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ വളകളുണ്ട്, എനിക്ക് നെക്ലേസ് മാത്രം മതി. അപ്പോൾ ആ നെക്ലേസ് മാത്രം നമ്മൾ കീപ്പ് ചെയ്യും. ഇനി അതല്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് 3 പവനിൽ എല്ലാം എത്തിക്കണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് തന്നെയാണ് നമ്മുടെ ഒരു വിജയം. ഇന്നത്തെ ഹാപ്പി ഗോൾഡ് പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ കളക്ഷൻസ് നമ്മൾ ഇവിടെ കണ്ടല്ലേ. സോ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. ബൈ.